പത്തനംതിട്ട ഗവിയിൽ അങ്കനവാടി ഹെൽപ്പർ കൊല്ലപ്പെട്ടത് അതിക്രൂരമായി. കഴുത്തു ഞെരിച്ച വെള്ളത്തിൽ മുക്കിക്കൊന്നതാണ് എന്നാണ് പോസ്റ്റ്മോർട്ടത്തിലെ കണ്ടെത്തൽ. കൊല്ലപ്പെട്ട സ്ത്രീയുടെ സംസ്കാരം നടന്നു. പത്തനംതിട്ടയിൽ നിന്നും ശശിനാരായണൻ ചേരുന്നു. ശശിനാരായണൻ, എന്താണ് പോസ്റ്റ്മോർട്ടത്തിൽ വിശദമായി പറയുന്നത്? നവമി, പ്രതി വിനോദ് കുമാർ ഈ അംഗനവാടി ഹെൽപ്പറെ ജീവനക്കാരിയെ കൊലപ്പെടുത്തിയത് അതിക്രൂരമായ രീതിയിലാണെന്നുള്ളതാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമായിട്ടുള്ളത്. അത് പ്രധാനമായും ഈ കഴുത്ത് ഞെരിച്ച് പാറയിൽ വെള്ളത്തിൽ മുക്കിയാണ് കൊലപ്പെടുത്തിയെന്നുള്ള കാര്യം ആണ് വ്യക്തമായിട്ടുള്ളത്. അതിലുപരി ഈ ക്രൂരമായ ബലാത്സംഗത്തിനും യുവതി ഇരയായിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ പ്രാഥമിക റിപ്പോർട്ടിൽ ലഭിച്ചിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പ്രകാരം ക്രൂരമായ പീഡനം ഈ ജീവനക്കാരി അനുഭവിച്ചിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് കൊല്ലപ്പെട്ടതെന്നുണ്ട്. പക്ഷേ ഇക്കാര്യം പൂർണ്ണമായും പ്രതി നിഷേധിച്ചു. തനിക്ക് വൈരാഗ്യമുണ്ടായിരുന്നു, പക്ഷേ താൻ ബലാത്സംഗം ചെയ്തിട്ടില്ല. അതേസമയം ക്രൂരമായി കൊലപ്പെടുത്തി, അതായത് വെള്ളത്തിൽ മുക്കിയാണ് കൊലപ്പെടുത്തിയത്. വാക്കേറ്റമുണ്ടായി, തുടർന്ന് കൊലപ്പെടുത്തി എന്നുള്ള മൊഴിയാണ് വിനോദ് കുമാർ നൽകിയത്. അതേസമയം ബലാത്സംഗത്തിനും യുവതി ഇരയായെന്നുള്ള കാര്യം കൂടി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഇപ്പോൾ വ്യക്തമായിട്ടുണ്ട്. 4 കിലോമീറ്റർ ദൂരം വനത്തിലൂടെ സഞ്ചരിച്ചാണ് ഈ അംഗൻവാടി ഹെൽപ്പർ അംഗൻവാടിയിൽ എത്തിയിരുന്നത്. എന്തായാലും സ്ഥിരമായി ഇവർ നടന്നു വരുന്ന വഴി നിരീക്ഷിച്ചുകൊണ്ടാണ് ഈ വിനോദ് കുമാർ പ്രതി കൂടെ വരികയും അന്നേ ദിവസം, ഈ വ്യാഴാഴ്ചയാണ് ഈ കൊലപാതകം നടക്കുന്ന ആ ദിവസം തന്നെ ഈ ഹെൽപ്പറുടെ പുറകെ വരികയും പിന്നീട് വനത്തിനോട് ചേർന്ന ഭാഗത്ത് വെച്ചാണ് ഇത്തരം ക്രൂരമായ രീതിയിൽ കൊലപാതകം നടത്തുകയും ചെയ്തത്. എന്തായാലും ഈ അംഗൻവാടി ഹെൽപ്പറുടെ സംസ്കാരം ഗവിയിൽ നടന്നു. നിലവിൽ 11 ലക്ഷം രൂപയുടെ ധനസഹായം പ്രഖ്യാപിച്ചു. അത് 5 ലക്ഷം രൂപ KFDCയുടെയും 5 ലക്ഷം രൂപ പെരിയാർ ടൈഗർ റിസർവും 1 ലക്ഷം രൂപ ജില്ലാ കളക്ടറുമാണ് നൽകിയിട്ടുള്ളത്. അങ്ങനെ 11 ലക്ഷം രൂപയുടെ ധനസഹായവും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒപ്പം കൊല്ലപ്പെട്ട യുവതിയുടെ കുട്ടിയുടെ വിദ്യാഭ്യാസ ചെലവിന് കോന്നി MLA വിദ്യാഭ്യാസവും കോന്നി MLA ജനീഷ് കുമാർ സ്പോൺസർ ചെയ്തിട്ടുണ്ട്. അതുപോലെ മറ്റൊരു കാര്യം എടുത്തു പറയേണ്ടത്, KFDCയുടെ തോട്ടത്തിലും സമീപ പ്രദേശങ്ങളിലും അവിടെ കോട്ടേഴ്സുകളാണ്, അവിടെ ഈ തോട്ടം തൊഴിലാളികളാണ് താമസിക്കുന്നത്. ആ പ്രദേശങ്ങളിൽ ആദിവാസികൾക്ക് താമസിക്കാനുള്ള, ഇത്തരത്തിൽ ഈ ക്രിമിനൽ സ്വഭാവമുള്ള ആദിവാസികളെ അവിടെ നിന്നും നീക്കം ചെയ്യാനുള്ള നടപടികൾ അവിടെ താമസിക്കാൻ അനുവദിക്കുമെന്നുള്ള തീരുമാനം കൂടി എടുത്തിട്ടുണ്ട്. അത്തരം കാര്യമാണ് നടന്നിട്ടുള്ളതായാലും വലിയ ജനാവലിയുടെ സ്ഥാനത്താണ് യുവതിയുടെ മൃതദേഹം ഇന്ന് ഗവിയിൽ സംസ്കരിച്ചിട്ടുള്ളത്. നവമി, ശശിനാരായണൻ, ഒരു കാര്യം കൂടി, ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ യുവതിയെ ബലാത്സംഗമായി കൊലപ്പെടുത്തിയത് ആരുമില്ലാത്ത ഒരു ഒഴിഞ്ഞ ഇടത്താണ്. അപ്പോൾ അത്തരമുള്ള ഇടങ്ങളിൽ പോലീസിന്റെ സുരക്ഷ ശക്തമാക്കേണ്ടതല്ലേ? അതോടൊപ്പം തന്നെ CCTV അടക്കം അവിടെ സ്ഥാപിച്ച് സ്ത്രീകളുടെ സുരക്ഷ കുറച്ചുകൂടി ഉറപ്പാക്കേണ്ടതിന്റെ ആവശ്യകതയും കൂടിയില്ലേ? നമ്പി ചോദിച്ചത് ശരിയാണ്. പക്ഷേ വനമേഖലയാണ്, കാരണം ഒറ്റപ്പെട്ട പ്രദേശമാണ്. വൈദ്യുതിയുടെ കാര്യം, അത്തരം കാര്യങ്ങളൊക്കെ പ്രായോഗിക തലത്തിൽ ബുദ്ധിമുട്ടുള്ള പ്രദേശമാണ്. എങ്കിലും സോളാറിന്റെ ഒക്കെയാണ് അവിടെ ഉപയോഗിക്കുന്നത് കൂടുതലും. പക്ഷേ ഇതിന്റെ പശ്ചാത്തലത്തിൽ പോലീസിന്റെ പെട്രോളിംഗ് കൂടി ശക്തമാക്കാനുള്ള നടപടി ഇനി സ്വീകരിക്കുന്ന കൂടി MLA വ്യക്തമാക്കിയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ വനമേഖലയുടെ തോട്ടം തൊഴിലാളികൾ വനത്തിലൂടെയാണ് റോഡുള്ളത്. ആ റോഡിൽ കൂടി സഞ്ചരിച്ചാണ് ഈ KFDCയുടെ ഏലത്തോട്ടമാണ്. ആ തോട്ടത്തിലും അതുപോലെ അവരുടെ പണിയിടങ്ങളിലൊക്കെ സ്ത്രീകളടക്കമുള്ള ആളുകൾ ജോലിക്ക് വരികയും പിന്നീട് വൈകിട്ട് തിരിച്ചു പോവുകയൊക്കെ ചെയ്യുന്ന അത്തരത്തിലാണ്. KFDCയിൽ അവിടെ തന്നെയാണ് കോട്ടേഴ്സുകളല്ല, കുറച്ച് ആളുകൾ മാത്രം താമസിക്കുന്ന പ്രദേശമാണ് ഗവിയിലെ ഈ തോട്ടം തൊഴിലാളികളുള്ളത്. അത് ഈ തമിഴർ വംശപ്പെട്ട ആളുകളാണ്. എന്തായാലും ഇത്തരം ഒരു പശ്ചാത്തലത്തിൽ ഈ വിനോദ് കുമാർ ഒരു ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളാണ്. നേരത്തെ നിരവധി കേസുകളിൽ പ്രതിയാണ്, ജയിൽ ശിക്ഷ അനുഭവിച്ചിട്ടുണ്ട് ഉള്ള വ്യക്തിയാണ്. എന്തായാലും ഈ യുവതിയുമായി വിനോദ് കുമാറിന് ബന്ധമുണ്ടായിരുന്നു, അത് അടുപ്പമുണ്ടായിരുന്നു എന്നുള്ള കാര്യം വിനോദ് കുമാർ പറഞ്ഞു. പക്ഷേ പൂർണ്ണമായും പോലീസ് വിശ്വാസത്തിൽ അത്തരം കാര്യങ്ങൾ നിഷേധിച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലൊരു ഇവർ തമ്മിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ യുവതിയുടെ ഹെൽപ്പർ നടന്നു വരുന്ന വഴിയിൽ നിരീക്ഷിച്ചതിന് ശേഷമാണ് 4 കിലോമീറ്റർ വനത്തിലൂടെ സഞ്ചരിച്ച് വേണം അടുത്തെത്താൻ. അപ്പൊ ഈ കൊലപാതകം നടന്നതിന് തൊട്ട് മുമ്പ് വെച്ച് ഇയാൾ യുവതിയെ കടന്നുപിടിക്കുകയും പിന്നീട് വാക്കേറ്റം ഉണ്ടാവുകയും തുടർന്ന് ഈ റോഡ് സൈഡിലെ പാറക്കുളത്തിലേക്ക് മുക്കി കൊലപ്പെടുത്തി എന്നുള്ള മൊഴിയാണ് നൽകിയത്. അതിനു മുമ്പ് ഈ യുവതി ക്രൂരമായ ബലാത്സംഗത്തിനും ഇരയായെന്നുള്ള കാര്യം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കർശനമായ ഒരു നിരീക്ഷണം അവിടെ ഉണ്ടാകും. ഇനിയും രാത്രികാലങ്ങളിലുള്ള സഞ്ചാരങ്ങൾ, അതുപോലെ തന്നെ ആ പ്രദേശത്ത് പോലീസ് പെട്രോളിംഗ് ശക്തമാക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. നിലവിൽ വലിയൊരു ജനാവലിയുടെ സാന്നിധ്യത്തിലാണ് ഇന്ന് അംഗൻവാടി ഹെൽപ്പറുടെ മൃതദേഹം ഗവിയിൽ സംസ്കരിച്ചത്. തോട്ടത്തിൽ ആദിവാസി മേഖലയിലുള്ള ആദിവാസി ഇത്തരത്തിൽ ക്രിമിനൽ സ്വഭാവമുള്ള ആളുകൾ, അവിടെ തോട്ടം തൊഴിലാളികൾ മാത്രം താമസിക്കുന്ന സ്ഥലമാണ്. അവിടെ ആ മേഖലകളിൽ ആദിവാസി വിഭാഗങ്ങളെ താമസിക്കാൻ അനുവദിക്കില്ല. അത്തരം ആളുകൾ വന്നാൽ അവർക്കെതിരെ അവരെ അവിടെ നിന്ന് മാറ്റി താമസിക്കാനുള്ള നടപടിയുണ്ടാകും. അത്തരം ആളുകളെ താമസിക്കുന്നത് നിരീക്ഷിക്കും എന്ന കാര്യം കൂടി പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. നിലവിൽ ഇന്ന് രാവിലെ ഒരു 10:30 കൂടിയാണ് മൃതദേഹം
ഗവിയിലെ സംസ്കാര ചടങ്ങുകൾ നടന്ന MLA അടക്കമുള്ള ആളുകൾ അവിടെ പങ്കെടുത്തിരുന്നു. ഒപ്പം നിരവധി ആളുകളും പങ്കെടുത്തിരുന്നു. അതിന് വലിയ ഒരു ദാരുണമായ സംഭവമാണ് ഉണ്ടായത്. അത് ആ ചെറിയ ഗവി എന്ന് പറയുന്ന ചെറിയ ഗ്രാമത്തിൽ വലിയ ദുഃഖം അവർ അതീവ ദുഃഖത്തിലാക്കുന്ന ഒരു കാര്യം കൂടിയായിരുന്നു. അതീവ ഗൗരവത്തോടു കൂടിയാണ് ഇത്തരം ഒരു സംഭവത്തെ കാണുന്നത്. കാരണം അത്തരം വന്യമൃഗങ്ങളൊക്കെ ഉള്ള കേന്ദ്രമാണെങ്കിൽ ശരി, ഇത്തരം ഒരു സംഭവം ഗവിയിൽ ആദ്യമായിട്ടാണ് നടക്കുന്നത് എന്നുള്ള കാര്യമാണ് പ്രദേശവാസികളെ ഞെട്ടിക്കുന്ന കാര്യം കൂടി. എന്തായാലും തക്കതായ രീതിയിലൊരു ധനസഹായം ഈ 11 ലക്ഷം രൂപയ്ക്ക് പുറമെ കൂടുതൽ ധനസഹായം ലഭിക്കാനുള്ള നടപടി സ്വീകരിക്കുമെന്നും ജിനീഷ് കുമാർ MLA വ്യക്തമാക്കിയിട്ടുണ്ട്. നവമി, ശരി. പത്തനംതിട്ട ഗവിയിൽ കഴിഞ്ഞ ദിവസം മരിച്ച അംഗനവാടി ജീവനക്കാരിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു പത്തനംതിട്ടയിൽ നിന്നും ശശിനാരായണൻ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.